ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ചായ വെക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ചായയ്ക്ക് പറ്റിയ ഒരു കടി, നോമ്പ് തുറക്കുമൊക്കെ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും വരും കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കിടിലൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇടിയപ്പപ്പൊടിയാണ്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായി തിളയ്ക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായിരുന്നു. ഉപ്പ് ഒരുപാട് ആവശ്യമില്ല. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളക്കട്ടെ. കണ്ടോ, തിളയ്ക്കാനൊക്കെ തുടങ്ങി. നമ്മൾക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവാനായിട്ട്. ഇപ്പം നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഇടിയപ്പപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കട്ട പിടിക്കാത്ത വിധത്തിൽ അതിനെ മിക്സ് ചെയ്യുക. അപ്പോൾ ഓരോ ഇടിയപ്പപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ചിലതിൽ 1 കപ്പിന് 1 കപ്പ് തന്നെ മതിയാവും. ചിലതിന് ഒരു കപ്പ് പൊടിയിടുമ്പോൾ 1.25 കപ്പ് വെള്ളം വേണ്ടി വരും. എനിക്ക് 1.25 കപ്പ് വെള്ളം വേണ്ടി വന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് പൊടി വെള്ളം പോലെ തോന്നുന്നു എങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇടാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, എരിവിനായിട്ടൊരു 3 പച്ചമുളക്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം. ഒരു 10 ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടിയിട്ട് ഒന്നും കൂടി ചതച്ചെടുക്കാം. അപ്പം നമുക്കിനി ഈ മിക്സിലേക്കാണ് അത് ആഡ് ചെയ്യേണ്ടത്. അതിലേക്ക് ഈ ചതച്ചെടുത്ത മിക്സിനെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് മാത്രം ഒന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. ഇനി ഇതൊട്ടും കട്ടയില്ലാത്ത വിധത്തിൽ നമ്മൾ അതിനെ എല്ലാ സ്ഥലത്തേക്കും യോജിപ്പിക്കുക. കൈകൊണ്ട് യോജിപ്പിക്കുന്നവർക്ക് കൈകൊണ്ട് യോജിപ്പിക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായി സോഫ്റ്റായി കട്ടയില്ലാതെ ഉരുട്ടിയെടുക്കണം നമുക്ക്. ഇതിലൊട്ടും കട്ടയൊന്നും ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ എടുത്തിട്ട് ഒരു ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതുമാതിരി നമ്മൾ ടിക്കിക്കൊക്കെ ചെയ്യുന്ന മാതിരി അതിനെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതാക്കിയിട്ട് ഒട്ടും കട്ട പാടില്ല എന്ന് മാത്രം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇത് കുറച്ചൊരു മീഡിയം തിക്നെസ്സിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒട്ടും തിക്കല്ല പറഞ്ഞാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്കിതിനെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. വറുത്തെടുക്കാനായിട്ട് ഇവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. നല്ല ചൂടാവുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക. കൂടാതെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം മാത്രമേ ഉള്ളു വേവുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളു കറക്റ്റായിട്ട് പ്രോപ്പറായി വെന്ത് കിട്ടില്ല. ഇതൊരു തിക്നെസ് ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് ഇതിനെ ഒന്ന് മറിച്ചിടുക. അത് ഒരു ഇട്ട ഉടനെ ഒരിക്കലും മറിച്ചിടരുത്. അപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിൽ ആ ഉള്ളിയും ജീരകവും തേങ്ങയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് തുറക്കുമ്പോൾ നന്നായി അറിയാം. കണ്ടോ, നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് വരുന്നുണ്ട്. ഇത് ചൂട് കൂടുതലായാൽ നമുക്ക് പുറമേ മാത്രമേ വേവുള്ളൂ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കിടിലൻ സ്നാക്ക് 10 മിനിറ്റ് കൊണ്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഉള്ളൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഓയിൽ ഒട്ടും കുടിച്ചിട്ടില്ല. പുറമേ ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇത് നോമ്പ് തുറക്കാവട്ടെ, ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ. താങ്ക് യു.